ഞാനും അനൂസും തമ്മിൽ റിലേഷൻ തുടങ്ങിയിട്ട് 10 വർഷമായി. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു അമ്മ മോൾ എന്ന ബന്ധത്തിലുപരി ഞാൻ അവളെ കാണുന്നത് ഒരു സിസ്റ്ററായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബർത്ത്ഡേ സമയത്ത് ഞാൻ വിചാരിച്ചു അവൾക്കും കൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടാറ്റു ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങൾ പിൻട്രസ്റ്റ് മൊത്തവും തപ്പി കുറേ മദർ ഡോട്ടർ കോംബോ തപ്പിയപ്പോൾ ഞങ്ങൾക്കൊരു ഇത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ട് ഞാൻ ടാറ്റു ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഈ ഒരു ടാറ്റു ആണ് ഞങ്ങൾ ചെയ്യാൻ പോണത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റുഡിയോയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്നേക്കാൾ എക്സൈറ്റഡ് ആണ് അനൂസ്, കാരണം അമ്മക്കിട്ട് സൂചി കൊണ്ട് കുത്ത് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഇതാണ് ആ സ്റ്റുഡിയോയുടെ പേര്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഫസ്റ്റ് ടൈമാണ്, ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഈ ടാറ്റുവിനെ കുറിച്ച് യാതൊരു അവയർനെസ്സും ഇല്ല. എല്ലാവരും പറഞ്ഞിരിക്കുന്ന പെയിനാണ്, ഒരുപാട് സഹിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കിത് ചെയ്ത് തരുന്നത് വിഷ്ണു എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അവൻ പറഞ്ഞ് ശരിക്കും ത്രെഡ് ചെയ്യേണ്ട ഒരു പെയിൻ അല്ലെങ്കിൽ വാക്സ് ചെയ്യണ ഒരു പെയിൻ അത്രയേ വരത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്നാലും നമ്മൾ കുറച്ച് വേദന സഹിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ നോക്കാമെന്ന് ഓർത്ത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് അത് ട്രേസ് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ടാണ് നമ്മൾ ഇത് ചെയ്യണം കേട്ടോ. അപ്പോൾ അവൻ സൂചി എടുക്കണുണ്ടപ്പോഴേക്കും വലിയക്കാട്ട് സൂചി കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഈശ്വര ഇത് വേണ്ട, ഇത് നമുക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞു. പക്ഷേ അവനത് കുഴപ്പമൊന്നുമില്ല, സൂചി കുത്താനുള്ള വേദനയേ ഉള്ളൂ എന്ന്. സൂചി കണ്ടപ്പോൾ തന്നെ അനൂസിൻ്റെ മുഖങ്ങൾ ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു, അവൾക്ക് കുത്തണമെന്ന് പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ സൂചി കണ്ടപ്പോൾ അവൾ പറഞ്ഞ് അയ്യോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് മാറിയിരിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ത്രെഡ് ചെയ്യണ ഒരു പെയിന് അതാട്ടോ തോന്നുള്ളൂ, അല്ലാതെ വലിയ പെയിനായിട്ട് ഇത് ചെയ്തപ്പോഴേക്കും തോന്നിയില്ല ഫസ്റ്റ് തുടങ്ങിയപ്പോഴേക്കും. അപ്പോൾ ഓൾറെഡി എനിക്ക് വേദന എടുക്കുമെന്ന് ഓർത്താൽ പതുക്കെ കേട്ടോ ചെയ്തത്. അപ്പോൾ എന്നെ കുത്തന കണ്ടപ്പോൾ ഒരാളിരുന്ന് അവിടെ നിന്ന് ചിരിക്കും. അപ്പോൾ ഞാൻ അവളുടെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഷേക്ക് വന്നിട്ടുണ്ടാവും, ഒന്ന് പരിഗണിക്കണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ അമർത്തി ചെയ്തോ കുഴപ്പമില്ല, നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയേ ഉള്ളൂ. അപ്പോൾ ഇത് ആദ്യം ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കയ്യിലൊരു ക്രീമുണ്ട്. ആ ഒരു ക്രീമല്ല, ഒരു ലോഷൻ പോലത്തെ സാധനം, അത് വെച്ചിട്ട് അവനിങ്ങനെ ഔട്ട്ലൈൻ ആദ്യം വരയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അധികം പെയിനൊന്നും എടുക്കത്തില്ല. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ മൊത്തം ഔട്ട്ലൈൻ വരച്ചു കഴിഞ്ഞു. അതിന് പിന്നെ ജെല്ലി ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ സോപ്പ് പോലത്തെ ഒരു സാധനമാണ്, എന്താണെന്ന് അറിയാൻ പാടില്ല, അത് വെച്ചിട്ട് ഒന്നും കൂടെ അവനത് തുടയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ശരിക്കും ഔട്ട്ലൈൻ എടുത്തിട്ട് കാണിച്ചു തരാം. കണ്ടോ, ജസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ പിക്കിലെ പോലെ തന്നെ ഔട്ട്ലൈൻ ആക്കി എടുത്തേക്കുവാണ്. ഇനിയാണ് നമുക്ക് ഇച്ചിരി പെയിൻ ഉള്ളത് കേട്ടോ. ഇനി എടുത്തപ്പോഴാണ് കുറച്ച് പെയിൻഫുൾ ആയത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് കളറ് മിക്സ് ചെയ്തിട്ടുള്ള ഇതാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് കളറ് വേണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഞാൻ സെലക്ട് ചെയ്തത് കളറിൻ്റെയാണ്. കളറും കൂടെ വരുമ്പോഴാണ് ഇത് കാണാനായിട്ട് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുള്ളൂ. എനിക്ക് ഏറ്റവും പെയിൻഫുൾ ആയത് ഈ ഒരു റെഡിൻ്റെ എടുത്തപ്പോഴാണ്. അതിൻ്റെ നിബ്ബ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നമ്മൾ കുറേ ആ ഒരു നിബ്ബിൽ തന്നെ ഒരുപാട് സൂചികളുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലോട്ട് അത് തിളച്ച് കയറുന്നത് ഭയങ്കര പെയിൻഫുൾ ആട്ടോ. നമുക്ക് ആ പെയിൻ ഇങ്ങനെ നമുക്ക് എടുത്തറിയാൻ പറ്റും. പിന്നെ ഇത് കളറാട്ടോ, കളറ് മിക്സ് ചെയ്യണം, അല്ലാതെ ബ്ലഡ് അല്ല. പക്ഷെ അത് വെച്ചിട്ട് ഇങ്ങനെ ഉരയ്ക്കുമ്പോഴേ ഭയങ്കര പെയിനാണിത് ശരിക്കും. നമുക്ക് ഒരു സൂചിയല്ല, ഒന്നിൽ കൂടുതൽ സൂചികളുണ്ട്. പാവം അനൂസിന് ഇതെല്ലാം കണ്ടിട്ട് സങ്കടമായിട്ട് വയ്യാട്ടോ. കാരണം എനിക്ക് പെയിൻ വരുമ്പോൾ അവൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ, അതാണ് അവൾ കണ്ണും അല്ലാതിരിക്കുന്നത്.
അപ്പോൾ റെഡ് കളർ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൂ കളറാണ് എടുക്കേണ്ടത്. റെഡ് കണ്ടോ നല്ല കളർ വന്നപ്പോൾ നല്ല ഭംഗിയുള്ളത്. ഇനി സെയിം ഇതേപോലെ തന്നെ സെയിം ബ്ലൂ കളറാണ് എടുത്തതാണ്. എഗെയിൻ ഈ ഒരു പിൻ വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ഭയങ്കര പെയിനായിട്ട് അതിട്ടിങ്ങോട്ട് ഉരയ്ക്കുമ്പോഴേ ഒരുപാട് സൂചി ഉള്ളതുകൊണ്ട് ശരിക്കും നമുക്ക് അറിയാൻ പറ്റും ആ ഒരു സ്കിന്നിൽ അത് വലിയണത്. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇല്ല നിങ്ങൾക്ക് കളറിങ് വേണ്ടെങ്കിൽ ഈ സൂചിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പക്ഷേ നമുക്ക് കളറിങ് കൂടെ ചെയ്തുകൊണ്ടാണ് എനിക്കിത് നന്നായിട്ട് തോന്നിയത്. അല്ലായിരുന്നെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് ഫിനിഷിങ് അവർ ചെയ്താനെ. എന്താണെന്ന് സാരമില്ല, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യണത് നല്ലതല്ലേ. അപ്പോൾ നമുക്കിത് ഫുള്ളും ചെയ്തെടുക്കാനായിട്ട് ഏകദേശം മൊത്തം ഒരു 2 മണിക്കൂർ ടൈം എടുത്തായിരുന്നു. കാരണം ഞാൻ പറഞ്ഞായിരുന്നു സ്പീഡിൽ ചെയ്യേണ്ട, അധികം പതുക്കെ ചെയ്താൽ മതി. കാരണം ആദ്യമായിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് നെർവസൊക്കെ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂർ എടുത്ത് മൊത്തം ഫിനിഷ് ചെയ്യാനായിട്ട്. നമ്മുടെ ഈ ടാറ്റൂവിൻ്റെ എമൗണ്ട് വരുന്നത് 3000 റുപ്പീസാണ്. പിന്നെ നമുക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ ആ സമയത്ത്. അപ്പോൾ നമ്മൾക്ക് ഓരോ ടാറ്റൂവിനും ഓരോ റേറ്റാണ്. പിന്നെ നമ്മൾ കളറും കൂടി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് 3000 ആയത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പിന്നിൻട്രസ്റ്റിലൊക്കെ ഇതുപോലത്തെ കുറേ മദർ ഡോക്ടർ കോംബോ ഉണ്ട്. നമ്മൾ ചെക്ക് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ആൻഡ്രിയ ജോബിന്നും കൂടെ എഴുതി കേട്ടോ. കാരണം അതിനകത്ത് ഉണ്ടായിരുന്നില്ല, അവൻ അഡീഷണലി ചെയ്തു തന്നതാണ്. വേണമെങ്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഓർത്തു ഇതും കൂടെ വന്നപ്പോഴാണ് നല്ല രസമായിട്ട് എനിക്ക് തോന്നിയത്. കൊള്ളാമല്ലേ, മൊത്തവും കൂടെ കണ്ടപ്പോഴേക്കും നല്ല രസമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഈ ഒരു ടാറ്റു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.